അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലയാളികൾക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചക്ക എരിശ്ശേരിയാണ്. അപ്പോൾ ചക്ക ഫ്രഷായിട്ട് പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കി കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ചക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ചക്ക പച്ചയായതുകൊണ്ട് തന്നെ അത് മുറിച്ചെടുക്കാൻ അല്പം പാടാണ്, പഴുത്തതുപോലെ അല്ലല്ലോ. അതൊക്കെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഞാൻ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനല്ല, നമ്മുടെ ഒരു ഹെൽപ്പറാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ചക്കയുടെ ഈ പശയൊക്കെ ഒന്ന് നമ്മൾ ഈ ചകിരി വെച്ചിട്ട് തുടച്ച് കളയുന്നുണ്ട്. അതിന് ശേഷം കുറേശ്ശെ ചെറിയ പീസായിട്ട് വെട്ടിയെടുക്കുകയാണ്. വെട്ടിയെടുക്കാനാണ് ഇച്ചിരി മുറുക്കുണ്ടല്ലോ ഇപ്പോൾ ഈ പച്ചച്ചക്ക ആകുമ്പോൾ. വെട്ടിയെടുക്കാൻ ഒരല്പം പാടാണ്. അപ്പോൾ അതുപോലെ തന്നെ വെട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഒരു പകുതി ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ചെറിയ പീസായിട്ടൊന്ന് വെട്ടി മുറത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഉമ്മയും കൂടെ കൂടിയിട്ടാണ്, രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ചക്കയുടെ പൊല്ലയൊക്കെ കളഞ്ഞിട്ട് ചുളയൊക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ചക്കയുടെ സീസൺ ആകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കും. ഉമ്മക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഉമ്മ ഇത് ചുളയൊക്കെ പറിച്ചെടുക്കുന്നത്. നല്ല നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുള എല്ലാം പറിച്ചെടുത്ത് അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം ഒരു ചുള 2 പീസായിട്ട് മുറിച്ചെടുത്താൽ മതി. കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കുക്കറിലിടുമ്പോൾ. ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴേക്കുള്ളൂ കൂടുതൽ ടേസ്റ്റ്. കാരണം മുഴുവൻ ചേർക്കണ്ട, കുറച്ചെടുത്ത് അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു തൊലി കളയുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ചക്ക അരിഞ്ഞത് കുറച്ച് എടുത്തിട്ട് അടുത്തൊരു ഇത്ത വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി കഴിക്കാൻ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നാട്ടിലങ്ങനെയാണ്, എപ്പോഴും ആരെങ്കിലും അങ്ങനെ വരും. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ വരും. നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ ഇതുപോലെ കൂടുതലായിട്ട് ഇതുപോലെ എല്ലാവരും കാണാൻ പറ്റും ഇങ്ങനെ വരുമ്പോൾ, പഴയ ആൾക്കാരെ. ഇതാ കഴുകി ചക്കയെല്ലാം എടുത്ത് അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിൽ പിട്ട് വെന്ത് വരുമ്പോൾ ഇത് പകുതി ആയിരിക്കും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പും ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇപ്പം തന്നെ ഇട്ടാൽ കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചക്കയിൽ തന്നെ കഴുകി വരുമ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടാവും. അതിന് ഒരല്പം പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഇത് പകുതിയായിട്ട് ഉണ്ടാവും ചക്ക. കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 2-3 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇവിടെ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിലാകുമ്പോൾ തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ തേങ്ങ ഒക്കെ ചിരവി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങ എടുത്തിട്ട് അരക്കാനെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയും പിന്നെ അല്പം ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ സ്പൂൺ കുരുമുളകും അല്പം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരക്കണ്ട, ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ചക്കയും വെന്തിട്ടുണ്ട്. ചക്ക ഒന്ന് ഉടച്ചെടുക്കണം വെന്തതിന് ശേഷം. നല്ലോണം ഒന്ന് കണ്ട വെന്ത് വന്നപ്പോൾ ഇപ്പോൾ നല്ല പകുതിയായി അത്. അപ്പോൾ അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അരച്ച തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചക്ക എരിശ്ശേരി എന്ന് പറയുമ്പോൾ അല്പം തിക്കായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അധികം വെള്ളം ചേർക്കണ്ട. മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാൽ മതി. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഒന്ന് തിളച്ചൊന്ന് ആവി വരുമ്പോൾ നമുക്കിത് ഇറക്കാം. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. താളിക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്, അതിന് ടേസ്റ്റ് അതായിരിക്കുള്ളൂ. ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കടുക് ഇട്ട് നമുക്ക് ഈ ഒരു പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് നല്ലോണം ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇത് 1 മുറി തേങ്ങയാണ് ഇട്ടേക്കുന്നത്. എരിശ്ശേരിയൊക്കെ ഏതുണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തിടുമ്പോൾ അതിൻ്റെ രുചി കൂടുന്നത്. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ചക്ക തന്നെ നമ്മൾ അരിഞ്ഞിട്ട് ഉള്ളിയും മുളകൊക്കെ മുരിച്ചിട്ട് വിളർത്തിയെടുത്താലും നല്ലതായിരിക്കുള്ളൂ കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമ്മൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചാൽ കൂടുതൽ സ്വാദായിരിക്കുള്ളൂ കഴിക്കാൻ. ഒരുപാട് കഴിച്ചു പോകും നമ്മൾ. പിന്നെ അപ്പോൾ ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഇനി പുതിയ വീഡിയോസ് കാണുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ